എവരെയും ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അമേരിക്കയും ഇറാനുമായിട്ടുള്ള വാക്കുതർക്കം അത് ഒരു യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ നിരായുധീകരണ ചർച്ച വഴിമുട്ടിയതോടെ അമേരിക്കയും ഇസ്രയേലും ഇറാനെ ആക്രമിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ചയോ മറ്റോ നടക്കുന്ന അവസാനവട്ട ചർച്ചയിൽ ഇറാൻ വഴങ്ങില്ല എന്ന് ട്രംപ് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ട്രംപും കൂട്ടരും നടത്തുന്നത്. ഇറാനെ ആക്രമിക്കാനുള്ള ഇവരുടെ തീരുമാനത്തിന്റെ പിന്നാലെ മിഡിൽ ഈസ്റ്റിലെ എംബസികളിലും സൈനിക താവളങ്ങളിലുമുള്ള മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കാൻ ഇപ്പോൾ അവർ ആരംഭിച്ചിരിക്കുകയാണ്. തങ്ങളെ ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്ന് ഇറാനും നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ സൈനിക താവളങ്ങളിലെയും സൈനികരെ ഒഴിപ്പിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നത്. അത്യാവശ്യമില്ലാത്ത എംബസി ജീവനക്കാരും ഈ സൈനികരുടെ എല്ലാ ആശ്രിതരും, അതായത് അവരുടെ കുടുംബങ്ങളുമെല്ലാം ഉടൻ തന്നെ ഈ പ്രദേശം വിട്ട് അമേരിക്കയിലേക്ക് തിരികെ പോകണം എന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും സൈന്യവും ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം നെതന്യാഹുവും ട്രംപും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണത്തിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇറാനെ ആക്രമിക്കൂ എന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത് എന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടുകൂടിയാണ് ഇപ്പോൾ യുദ്ധസാധ്യത വർദ്ധിച്ചിരിക്കുന്നത്. യുദ്ധം ഏതാണ്ട് അനിവാര്യമാണ് എന്നൊരു ഘട്ടമെത്തിയതോടെ ഇറാൻ ഇപ്പോൾ അവരുടെ ആയുധങ്ങൾ മുഴുവൻ ഒരു യുദ്ധത്തിനായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആണവ പോർമുനകൾ മിസൈലുകളിൽ ഘടിപ്പിക്കുന്ന പ്രക്രിയയും ഇറാൻ തുടരുന്നു എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയും പറയുന്നത്. അതുകൂടാതെ ഇറാന്റെ നേതൃത്വം ആയിരക്കണക്കിന് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്കായി മീറ്റിംഗുകൾ നടത്തുന്നതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ രേഖകൾ അടിച്ചു മാറ്റിയ വിവരം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളുടെയും അവരുടെ ആക്രമണ തന്ത്രങ്ങളുടെയും എല്ലാം ഈ രേഖകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പുതിയ ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ആസന്നമായതോടെ ഇറാന്റെ തൊട്ടടുത്തുള്ള ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിലെ US എംബസിയിൽ നിന്നും എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റണമെന്ന ഇറാഖിന്റെ അഭ്യർത്ഥന പ്രകാരം ഇതിനകം തന്നെ അവരെയെല്ലാം മാറ്റിക്കഴിഞ്ഞുവെന്നാണ് എംബസി ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയല്ല, പകരം അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ചില കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനാണ് ചർച്ചകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് അമേരിക്കയിലെ ചില സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ ഇറാൻ അവരുടെ ആണവ പദ്ധതികൾ സമാധാനപരമാണെന്ന് വാദിക്കുകയും അത് ബോധ്യപ്പെടുത്താനുള്ള നടപടികൾ ഒന്നും ചെയ്യാത്തതും കൊണ്ടാണ് ഇപ്പോൾ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നത് എന്നാണ് യുഎസിന്റെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. ഇതൊരു വിചിത്രമായ വാദമാണ്. ഇറാന്റെ മേലുള്ള അമേരിക്കൻ ഉപരോധം എടുത്തു കളയാൻ വേണ്ടി നിർബന്ധിച്ച് അവരെ ഇങ്ങനെ ചർച്ചയ്ക്ക് ക്ഷണിക്കുക എന്നത് നമ്മൾ ഇന്നേവരെ ഒരിടത്തും കേട്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ബലമായി നിർബന്ധിച്ചു കൊണ്ടുവന്നിട്ട് ഒരു ചർച്ച നടത്തി നിങ്ങളുടെ മേലുള്ള എല്ലാ ഉപരോധവും ഞങ്ങൾ എടുത്തു മാറ്റാം എന്ന് പറയൂ. പ്രത്യേകിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഒരിക്കലും അത് സംഭവിക്കുന്നില്ല. 1990 മുതൽ ഇറാന്റെ മേലുള്ള ഉപരോധങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്നേ വരെ ആ ഉപരോധങ്ങൾ പിൻവലിക്കാനോ ഒന്നും അമേരിക്കയ്ക്ക് തോന്നിയിട്ടില്ല. അത് മാത്രമല്ല, അതിന്റെ മേലേക്ക് കൂടുതൽ ഉപരോധങ്ങൾ സ്ഥിരമായി ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ കൈവശം ആണവായുധമുണ്ട് എന്ന് അമേരിക്കയ്ക്ക് ബോധ്യം വന്നപ്പോഴാണ് അവർ ഒരു ആണവ നിരായുധീകരണ കരാർ ഉണ്ടാക്കുകയും ഇറാനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും ശ്രമിക്കുന്നത്. അതായത് അവർക്കത് നശിപ്പിച്ച് കളയണം, എങ്കിലേ ഉള്ളൂ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ കഴിയും. അതാണ് അമേരിക്കൻ തന്ത്രം. അതിലുപരി ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഇറാന്റെ മുഴുവൻ ആയുധങ്ങളുടെയും ശക്തിയെക്കുറിച്ച് അവർക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ ആണവ പദ്ധതികൾ പൂർത്തിയായോ എന്നും അവർക്ക് അറിയേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അവർക്ക് തീരുമാനിക്കാനുള്ളത്. ഇതിനൊന്നും നിന്ന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഇറാനെ ആക്രമിച്ചേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തുന്നത്. അതിന് ഏറ്റവും രസകരം എന്തെന്നാൽ അമേരിക്കയല്ല യുദ്ധത്തിന് തയ്യാറാവുന്നത്, ഇസ്രായേലിനോട് ആക്രമിക്കാനാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അതായത് ഞങ്ങൾ പിന്നിൽ നിൽക്കാം, നിങ്ങൾ ആക്രമിച്ചു. അതായത് അമേരിക്കയ്ക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ഒരു സ്ഥലം ശരിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. തന്നെയുമല്ല, ഇറാനുമായി യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് യുദ്ധക്കപ്പലുകൾ ഇവിടെ എത്തിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ യുദ്ധക്കപ്പൽ എത്തണമെങ്കിൽ ഇനിയും സമയമെടുക്കും. ഇപ്പോൾ അമേരിക്കയുടെ കാൾ വിൻസൺ എന്നൊരു യുദ്ധക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവർ ഇട്ടിട്ടുണ്ട്. ഇനിയും കപ്പലുകൾ വരേണ്ടതുണ്ട്, അതിനൊക്കെ സമയമെടുക്കും. തന്നെയുമല്ല, ഈ കാൾ വിൻസന് ഹൂതികളോട് പോലും ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ ഏറ്റവും പേര് കേട്ട ഈ
ഹാരി എസ് ട്രൂമാൻ എന്ന ഒരു കപ്പൽ തിരിച്ച് അഗ്രക്കടയിലേക്ക് പോയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി വരുന്ന യുദ്ധക്കപ്പലുകളുടെയും അവസ്ഥ ഇത് തന്നെയാവും. പല യുദ്ധക്കപ്പലുകളും ഇതുപോലെ ഹൂത്തികളുമായി ഏറ്റുമുട്ടാൻ വേണ്ടി വന്നിട്ട് അത് പരിക്ക് പറ്റി അല്ലെങ്കിൽ തകർന്ന് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള അമേരിക്കയ്ക്ക് വീണ്ടും ഇറാനുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി യുദ്ധക്കപ്പൽ ഇവിടെ കൊണ്ടിടാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിനോട് ആക്രമിച്ചോളാൻ ഈ ട്രംപ് ആവശ്യപ്പെടുന്നത്. അഥവാ തോറ്റാലും ഇസ്രായേലിലേ തോക്കത്തുള്ളൂ, അമേരിക്കയ്ക്കൊന്നും സംഭവിക്കില്ലല്ലോ. ഇതാണ് ട്രംപിന്റെ ബുദ്ധി. ഇറാൻ ഒരു തരത്തിലും വഴങ്ങാത്തത് കൊണ്ട് അതിപ്പോൾ അമേരിക്കയുടെ ഒരു അഭിമാന പ്രശ്നമായി മാറിയതുകൊണ്ടാണ് അവർ യുദ്ധത്തിനായിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇതിന് എക്സിലൂടെ ഇറാൻ മറുപടിയും പറയുന്നുണ്ട്. അമിതമായ ശക്തിയുടെ ഭീഷണികൾ വസ്തുതകളെ മാറ്റില്ല എന്നാണ് എക്സിലൂടെ ഈ ഇറാൻ പറയുന്നത്. അതായത് കുറെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടൊന്നും ഞങ്ങൾ പിന്മാറാൻ ഒരുക്കമല്ല എന്നാണ് ഇറാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ ആണവ പദ്ധതികൾ ആരെയും ആക്രമിക്കാനൊന്നുമല്ല എന്നും ഇറാൻ പലതവണ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അമേരിക്ക കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവർ ഇറാനെ എങ്ങനെയെങ്കിലും ആക്രമിച്ചെന്ന് ഒതുക്കണം എന്നൊരു ഉദ്ദേശമായിട്ടാണ് ഇപ്പോൾ യുദ്ധത്തിന് തയ്യാറാകുന്നത്. യുദ്ധം ഏതാണ്ട് ഉറപ്പിച്ചത് തന്നെയാണ്. അത് യുടെ ചില പ്രസ്താവനകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. UK പറയുന്നത് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ്, ഒമാൻ ഉൾക്കടൽ, അതുപോലെ ഹോർമുസ് കടലിടുക്ക് ഈ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള എല്ലാ കപ്പലുകളും, അതായത് ഈ വ്യാപാര കപ്പലുകളെല്ലാം പോർട്ട് വിട്ട് എത്രയും വേഗം ഇവിടെ നിന്ന് മാറണം എന്നാണ് UK അറിയിച്ചിരിക്കുന്നത്. UK ഇങ്ങനെ പറയുന്നത് യുദ്ധമുണ്ടായാൽ ആദ്യം ഇറാൻ ആക്രമിക്കുന്നത് ഈ കപ്പലുകളെ തന്നെയാവും. തന്നെയുമല്ല, ഈ കപ്പലുകൾ അവർ പിടിച്ചെടുക്കാനും വളരെയധികം സാധ്യതയുണ്ട്. ലോകത്തിലെ ക്രൂഡ് ഓയിലിന്റെയും അതുപോലെ ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന ചരക്കുകളുടെയും ഭൂരിഭാഗവും ഈ ഭാഗത്തുള്ള തിരക്കേറിയ കടൽ പാതകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ഈ യുദ്ധം ഇന്ത്യക്കാരെയും കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മുടെ ഇവിടെ പിന്നെ മുഴിഞ്ഞ വിലയായിരിക്കും സാധനത്തിനൊക്കെ. പെട്രോൾ പിന്നെ കാണാൻ പോലും കിട്ടില്ല, 200 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും കാശ് കരുതി വെക്കേണ്ടി വരും. യുദ്ധം വന്നു കഴിഞ്ഞാൽ എണ്ണയൊന്നും ഉണ്ടാവില്ല, സൈക്കിൾ ചവിട്ടി പോകാൻ കഴിയും എല്ലാവർക്കും. UK ഇങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നതിന് പിന്നാലെ ഇസ്രയേലും അവരുടെ മുഖ്യ ശത്രുവായ ഇറാനും നടത്തുന്ന ഏതൊരു യുദ്ധവും, പ്രത്യേകിച്ച് ഗൾഫിനോടനുബന്ധിച്ചുള്ള കടലുകളിൽ ഗതാഗതത്തെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് പ്രധാന ഷിപ്പിംഗ് ഇൻഷുറൻസ് കമ്പനികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പല കമ്പനികളും ഇപ്പോൾ തന്നെ ഇൻഷുറൻസ് ഏതാണ്ടൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. യുദ്ധമുണ്ടാകുമെന്ന് ഏതാണ്ട് എല്ലാവരും തന്നെ ഈ അടുത്ത നാളുകളിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം അമേരിക്കൻ നീക്കങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. അവർക്ക് എങ്ങനെയെങ്കിലും ഇറാൻ എന്ന് അടിച്ചേ തീരൂ. ഇസ്രായേലിനെ രക്ഷിക്കാൻ അതേ മാർഗമുള്ളൂ. രണ്ടിലൊന്നും അറിയണം, ഒന്നുകിൽ ജയം അല്ലെങ്കിൽ പരാജയം. ഇതോടെ ഇസ്രായേൽ തീരണം, അതല്ലെങ്കിൽ ഇസ്രായേൽ വിജയിക്കണം. അതാണ് ഈ യുദ്ധത്തിന്റെ പിന്നിലുള്ള ഇവരുടെയൊക്കെ ചേതോവികാരം. യഥാർത്ഥത്തിൽ ഇറാനെ ആക്രമിക്കുക എന്നുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയൊക്കെ തീരുമാനം ഇരുവശത്തും കുറെ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നല്ലാതെ ആർക്കും വിജയിക്കാൻ കഴിയാതെ നീണ്ടുപോകും എന്ന സൂചനയാണ് ആദ്യം തന്നെ ഉണ്ടാവുന്നത്. യുദ്ധം ഈ ചരക്ക് ഗതാഗതത്തെ ബാധിക്കുന്നത് കൊണ്ട് അമേരിക്കയും യൂറോപ്പും തന്നെയാവും ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഈ രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ ഏറ്റവും അധികം കൊണ്ടുപോകുന്നത് ഏഷ്യയിൽ നിന്നാണ്. ഇവിടെ നിന്ന് ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അമേരിക്കയും യൂറോപ്പും ഒക്കെ കൂടുതൽ അവതാളത്തിലാവുകയാവും സംഭവിക്കുക. അത് ഈ രാജ്യങ്ങളുടെ അവസ്ഥ കൂടുതൽ വഷളാക്കും എന്നുള്ള കാര്യവും സത്യമാണ്. പിന്നെയുള്ളത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സൈനികർ യുദ്ധത്തിൽ ഒട്ടും സുരക്ഷിതരാവില്ല എന്നുള്ളതാണ്. ഇറാഖുമായി അമേരിക്ക ഉണ്ടാക്കിയ യുദ്ധത്തിൽ ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളും അമേരിക്കൻ പക്ഷത്തായിരുന്നതുകൊണ്ട് അവരുടെ സൈനികർക്ക് കൂടെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ അങ്ങനെ ആയിരിക്കില്ല സംഭവിക്കുന്നത്. ഈ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളും ഇറാന് പിന്തുണ നൽകും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം ഈ യുദ്ധത്തിൽ ശരിക്കും ഇസ്രായേൽ വിരുദ്ധതയാണ് പ്രതിഫലിക്കുക. അതുകൊണ്ട് തന്നെ ഈ അറബ് രാജ്യങ്ങൾ ഇറാന്റെ കൂടെ ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടെയുള്ള അമേരിക്കൻ താവളങ്ങൾ തന്നെയല്ലേ. അവർക്ക് മേൽ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്ലാമിക ഭീകരരുടെ ആക്രമണങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. ഒരേ സമയം ഇസ്ലാമിക ഭീകരരെയും ഇറാനെയും തടയുക എന്നത് അമേരിക്കൻ സൈന്യത്തെ സംബന്ധിച്ച് അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിടുന്നതോടെ എണ്ണവില അമിതമായി ഉയരുകയും ഈ സൈനിക വാഹനങ്ങൾക്ക് പോലും എണ്ണ അടിക്കാൻ മാർഗമില്ലാതെ ഇവന്മാർ ചുറ്റിപ്പോവും എന്നുള്ളതാണ് വസ്തുത. ഒരു യുദ്ധമൊക്കെ തുടങ്ങി വെക്കാൻ വളരെയധികം എളുപ്പമാണ്. അത് അവസാനിപ്പിക്കാനും ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും അമേരിക്കൻ സൈന്യത്തെ ജീവനോടെ കൊണ്ടുപോകാനൊക്കെ ഇച്ചിരി പാടുപെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനുവേണ്ടി ട്രംപ് ചിലപ്പം നിലവിളിക്കേണ്ടി വരും. അയാൾ വേണേൽ അങ്ങനെയും ചെയ്യും കേട്ടോ. അയാൾക്ക് അതിന് വിഷയമൊന്നുമല്ല. അയാൾ ഒരു ബോധമില്ലാത്ത രീതിയിലുള്ള അയാളുടെ എല്ലാ പെരുമാറ്റങ്ങളും.
ഒരു അമേരിക്കൻ പ്രസിഡന്റിൻ്റെതായ യാതൊരുവിധ പക്വതയും ട്രംപിനില്ല എന്ന് ഇതിനകം തന്നെ ലോകത്ത് അയാൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ഇപ്പോൾ ഈ യുദ്ധത്തിനൊക്കെ ഇറങ്ങുന്നത്. ഒരാവശ്യമില്ലാത്തൊരു യുദ്ധമാണ്. ഇറാന്റെ പാട് നോക്കി അവരെ ജീവിക്കാൻ വിടുക എന്നല്ലാതെ ചുമ്മാ അവരെ പോയിരുന്ന് ചൊറിഞ്ഞുകൊണ്ട് അവർ ബുദ്ധിമുട്ടിക്കുക, എന്നിട്ട് യുദ്ധം ഉണ്ടാക്കുക. അതിലൂടെ ഇയാൾക്ക് എന്താണ് നേടാൻ കഴിയുന്നത്? അയാൾക്ക് സ്വന്തം കപ്പലുകളെ അയാൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഹൂത്തികളിൽ നിന്നും അയാൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് അയാൾ ഇറാനുമായിട്ട് മുട്ടാൻ പോകുന്നത്. അപ്പോൾ ഇയാളുടെ ബോധം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് പറഞ്ഞ് യുദ്ധം തുടങ്ങി വെക്കാൻ എളുപ്പം തന്നെയാണ്. അതിന്റെ ഉദാഹരണമല്ലേ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം. ആർക്കും അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും സത്യം പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടിലാണ്. ഉക്രൈൻ പിന്നെ തീർന്നല്ലോ. പക്ഷേ ഉക്രൈൻ തീർന്നാൽ പോലും അവർക്കൊരു പരാജയം സമ്മതിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ആ രാജ്യത്തെ കൂടുതൽ നശിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ആയുധങ്ങൾ കൊടുക്കുന്നു. അത് വെച്ച് റഷ്യക്കിട്ടടിക്കും. റഷ്യ 4 ഇരട്ടി അടി തിരിച്ചിങ്ങോട്ടും കൊടുക്കും. ഇത് അവന്മാരും മനസ്സിലാക്കുന്നില്ല. വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഏതെങ്കിലും രീതിയിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കുക എന്നല്ലാതെ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഈ ഗൾഫിലും സംഭവിക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികൾ ഇറാനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കാനുള്ള അവകാശം അവർ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിലുള്ള അർത്ഥം. അതിന് കാരണം ഇറാന് മേലെ എപ്പോഴും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ ഒരു ഭീഷണി ഉള്ളതുകൊണ്ട് അവരുടെ നിലനിൽപ്പ് പോയിട്ട് നോക്കണ്ടേ. ഇത് ഈ ആണവോർജ്ജ ഏജൻസിക്കും അറിയാമല്ലോ. അതുകൊണ്ടാണ് അവർ ആണവായുധം ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ഈ ഏജൻസിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ കാര്യമായൊന്നും ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറാൻ മേൽക്കൈ നേടാനുള്ള എല്ലാവിധ സാധ്യതയും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാന കാരണം ഗൾഫിൽ ഇപ്പോൾ കടുത്ത ചൂടാണ് എന്നുള്ളതാണ്. ഏതാണ്ട് 48-50 ഡിഗ്രി ചൂടൊക്കെയാണ് ഈ സമയത്ത് ഗൾഫ് രാജ്യങ്ങളുള്ളത്. ഇതിനൊന്നും അതിജീവിക്കാൻ ഒരിക്കലും അമേരിക്കൻ സൈന്യത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അവന്മാർ ഈ ചൂട് പഠിച്ചൊന്നും യുദ്ധം ചെയ്യാൻ പറ്റില്ല. അത്രയും ശാരീരികമായി അവർക്ക് അതിനുള്ള ഇതില്ല. അവർ തണുപ്പ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ അറബികളെ സംബന്ധിച്ച് അവർക്ക് ചൂടാണ് ഏറ്റവും സന്തോഷം. ചൂടും തണുപ്പും ഒന്നും അവർക്ക് വിഷയമല്ല. എങ്കിൽ പോലും അവർക്ക് ചൂട് വളരെയധികം ഇത് കൂടുകയാണ്. ബ്ലഡ് തിളയ്ക്കാൻ ഒരു കാരണമാവുകയാണ്. ആവേശം കൂടി യുദ്ധം ചെയ്യാൻ. ഇനി അഥവാ ഇറാന് യുദ്ധത്തിൽ ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇറാന്റെ ആണവോർജ പദ്ധതിയെ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാവും പിന്നീട് ഉണ്ടാവുക. അതല്ലാതെ യുദ്ധം അവസാനിക്കില്ല. ഇറാന്റെ ആണവ പദ്ധതികളെ തടയാൻ നടന്ന ഇവന്മാർ അവസാനം എന്നാൽ നിങ്ങൾ ആണവാദം വെച്ചോട്ടോ, ഇനി നമ്മുടെ ഈ ആണവ ക്ലബിൽ നിങ്ങളെ അംഗമാക്കിയിരിക്കുന്നു എന്ന് അമേരിക്കയ്ക്ക് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയാണ് ഇവർ ഈ യുദ്ധത്തിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അറബ് മണ്ണിൽ നിന്നും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഒരിക്കലും ഇറാനെ ജയിച്ച് കയറിപ്പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവർക്ക് പിന്നിൽ റഷ്യയും ചൈനയും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഈ മണ്ണിൽ അമേരിക്കയ്ക്ക് ഒരു വിജയം അവർ കൊടുത്തു വിടുമെന്ന് ആരും വിശ്വസിക്കേണ്ടതില്ല. ഇപ്പൊ തന്നെ യുദ്ധം കൊണ്ട് തളർന്നിരിക്കുന്ന ഇസ്രായേലിന്റെ പൂർണ്ണമായുള്ള ഒരു നാശമാവും ഈ യുദ്ധത്തിലൂടെ സംഭവിക്കുക. കഴിഞ്ഞ വർഷം 120 മിസൈലുകൾ വെച്ചാണ് ഈ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് നമ്മളെല്ലാം കണ്ടതാണ്. അതിനുശേഷം ഇറാൻ പറഞ്ഞത് ഇനി ഇസ്രായേലുമായി ഒരു യുദ്ധമുണ്ടായാൽ അത് ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളതും ഏറ്റവും അധികം നാശമുണ്ടാക്കുന്നതുമായ ഒരു ആക്രമണമാവും ഞങ്ങൾ നടത്തുക എന്നാണ്. അതവർ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഇസ്രായേലിനെ ഞങ്ങൾ ബാക്കി വെച്ചേക്കില്ല എന്നാണ് ഈ ഇറാൻ നേതൃത്വം പലതവണ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിനുപരി ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം ഭയക്കേണ്ടത് ഇറാന്റെ പ്രോക്സി സംഘടനകളായ ഈ ഹൂത്തികളെയും ഹമാസിനെയും ഒക്കെയാണ്. അവർ ഈ അവസരം ശരിക്കും മുതലെടുക്കുക തന്നെ ചെയ്യും. അവർക്ക് ഇറാൻ ആവശ്യത്തിലധികം ആയുധങ്ങൾ കൊടുക്കുകയും അത് വെച്ച് ഇസ്രായേലിൽ അവർ മാക്സിമം ആക്രമിക്കും എന്നുള്ള കാര്യവും തീർച്ചയാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഗസക്കാരാണ് എന്നുള്ള ഒരു ദുരന്തവും ഇപ്പുറത്തുണ്ടാകാൻ പോകുന്നുണ്ട്. നെതന്യാഹുവിനെ സംബന്ധിച്ച് അയാൾ ഗസക്കാരെ മുഴുവൻ കൊന്നെടുക്കാനായിരിക്കും ഇതിലൂടെ ശ്രമിക്കുക. കിട്ടിയ അവസരം ചിലപ്പോൾ അയാൾ നന്നായി തന്നെ ഉപയോഗിച്ചേക്കാം. ഈ ഗസക്കാരെ മുഴുവൻ കൊല്ലാൻ അയാൾ ശ്രമിച്ചേക്കാം. ഏതായാലും നമ്മൾ യാകുക എന്നാൽ കൂട്ടത്തിൽ മരങ്ങൾ കൊന്നേക്കാം എന്നയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഗസയിലുള്ള മുഴുവൻ ആൾക്കാരെ അവരെ കൊല്ലും എന്നുള്ള കാര്യമാണ്. അതിനപ്പുറം ഇവരെല്ലാം ഈജിപ്തിലേക്ക് കടന്നാൽ ഏറ്റവും ലാഭം അത് തന്നെയായിരിക്കും. അവർക്ക് കുറച്ച് പേരെങ്കിലും മിച്ചം വരും. പക്ഷെ അവരെ ഒരിക്കലും അതിർത്തി കടക്കാൻ ഇസ്രായേൽ സൈന്യം സമ്മതിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെയുള്ളത് ഏതെങ്കിലും വിധത്തിൽ അമേരിക്കയും ഇസ്രായേലും ഒക്കെ യുദ്ധത്തിൽ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെയൊക്കെ ഈ സൗഹൃദ രാഷ്ട്രമായിട്ടിരിക്കുന്ന ഈജിപ്തും ജോർദാനുമൊക്കെ ചിലപ്പം ഈ കരണം മറിഞ്ഞുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് കൂടിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുക തന്നെ ചെയ്യും. പിന്നെ അവർ പഴയ പകയെല്ലാം കൂടെ വീട്ടാനുള്ള ശ്രമമാവും നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേലിൽ എല്ലാം കൂടി പോയി കടലിൽ ചാടുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.